നീ എന്തേടി അതൊന്നും വന്നിട്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കണ? ഞാനുമേ ഞാനിവിടെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ ഇല്ലേ വണ്ടി കിട്ടുന്നത് കണ്ടില്ല? അമ്മ അവളെ കൊണ്ട് ചെക്കപ്പിൽ പോയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഞങ്ങളുമേ 5 വർഷത്തിനിടയിൽ ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞി എനിക്കാൻ പോകുന്നു. പിന്നെ നീ കിട്ടാണോ സീതനോ പൈസയൊന്നും നീ കിട്ടൂലല്ലോ കൊച്ചേ. ഇനി അതൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല ഞാനുമേ. അതൊക്കെ ഇങ്ങനെ കളയാനേ പറ്റും. ഒരു വഴിയുണ്ട് കൊച്ചേ, ഞാൻ പറഞ്ഞു നീ അതുപോലെ ചെയ്താൽ മതി. ഇതിന് വഴി ഞാനുമേ ഇതൊന്നുമല്ല, ഇതൊരു ഗർഭം കലക്കി എന്ന് പറയും. ഒരു തുള്ളി പാലില്ല മറ്റാ കൊടുത്താൽ മതി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് കൊട്ടാരത്തിലെ ദാസിമാരൊക്കെ ഒരുപാട് കഴിച്ചതാണ്. മൊത്തം ഒന്ന് പൊക്കോളും. ആരൊക്കെ കളഞ്ഞു? നിങ്ങൾ എന്തിനു തോന്നിയാൽ ഈ പറയണത്? ഇവിടെ 5 വർഷമായിട്ട് ഒരു കുഞ്ഞില്ലാതെ ഇവിടെ നേർച്ചയുമായിട്ട് ഇവിടെ കാത്തു ഇരുന്ന് കിട്ടിയ ഒരു കണ്ണിയാണ് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നിയല്ലേ? ആദ്യമായിട്ട് സ്കാൻ ചെയ്ത് ഡോക്ടറെ കൊണ്ട് പോയി കാണിക്കാൻ പോയിരിക്കുകയാണ്. അത് എന്തിനാവും പറഞ്ഞ് ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുന്നു. അപ്പോഴേ വന്നിരിക്കുന്നു. ചുമ്മാ അവ നിങ്ങളെ മക്കൾക്കൊന്നും വേണ്ടാത്തത്. ലോകം മൊത്തം നിങ്ങളെ ഏഷ്യാനെറ്റ് തന്നെ വിളിക്കണത്. മോണയും കൊണ്ട് നടന്നോളും. നേരം ഇവിടെ ഏത് വീട്ടിൽ പോട്ടെന്നും പറഞ്ഞു. നീ ഒരു ശീലാവതി. നീ അതിനായിട്ട് ഇവിടെ കഷ്ടപ്പെടുത്തിയൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ നല്ലോണമൊന്നും പറയണില്ലല്ലോ. ഞാൻ ഒരുപാട് തെറ്റാ കൊച്ചിനോട് ചെയ്തു. പക്ഷെ അതൊക്കെ ഇപ്പം ഞാൻ തിരുത്താൻ ശ്രമിക്കണം. എൻ്റെ കൈ വെള്ളയെ കൊണ്ട് കിടക്കാം ഞാൻ എൻ്റെ കുഞ്ഞിനെ. ഞാൻ നിന്റെ കൊട്ടാരത്തിൽ കൊടുക്കാമെന്നോ